ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷെയ്ത്താൻ എന്ന മൂവിയുടെ പാർട്ട് 2 ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇത് ജ്യോതിക്കും കബീറിനും വിശ്വസിക്കാൻ കഴിയാതെ അവർ സ്റ്റെക്കായി നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് വനരാജ് ഒരു ചെയറിൽ പോയിരുന്നു. ജ്യോതി ചെന്ന് ജാൻവിയോട് നീ അയാൾ പറയുന്നതൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ വനരാജ് പറയും, ജാൻവി ഞാൻ പറഞ്ഞു നീ ചെയ്യില്ലേ എന്ന് ചോദിച്ചതും അവൾ ഞാൻ ചെയ്യും എന്നുള്ള മറുപടി കേട്ടപ്പോൾ കബീറിന് ദേഷ്യം വന്നു. എന്താ നീ എൻ്റെ മകളെ ചെയ്തത് എന്ന് ചോദിച്ചതും വനരാജ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ജ്യോതിയുടെ നേർക്ക് വിരൽ ചൂണ്ടുകയാണ്. ജ്യോതിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, നീ എൻ്റെ മകളെ ദുർമന്ത്രവാദം ചെയ്ത് വശീകരിച്ചൂലേ. ഇത് കേട്ടതും വനരാജ് പറയും, അതെ, ഈ ലോകത്ത് സയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്, അതുപോലെയാണ് ഇതും എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം ജാൻവിയെ വിളിച്ച് അവിടെയുള്ള സോഫയിൽ ഇരുത്തി നിൽക്കാനും ഇരിക്കാനും ചിരിക്കാനും അതുപോലെ തന്നെ കരയാനും ആവശ്യപ്പെടുന്നുണ്ട്. അവൾ ഒരു പാവയെ പോലെ അതേപടി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന ജ്യോതിക്കും കബീറിനും സഹിക്കാൻ കഴിയാതെ തളർന്നുപോയി. പിന്നീട് അയാൾ അവളോട് നീ സ്വിമ്മിംഗ് പൂളിൽ പോയി മുങ്ങിക്കിടക്ക്, ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞതും അവൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഓടാൻ തുടങ്ങി. ഇത് കണ്ടു നിൽക്കുന്ന ജ്യോതിയും കബീറും അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വനരാജ് പ്ലീസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കേ, ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴാണ് വനരാജ് അവിടെയുള്ള മൊബൈൽ ഫോൺ എല്ലാം നിലത്ത് ഇട്ട് ഉടയ്ക്കാൻ ഓർഡർ കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ അവൾ അവളുടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് ഇവൾ ചായ കുടിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, നീ പോയി ആ ചായപ്പൊടി എടുത്ത് കഴിക്കി എന്ന് പറഞ്ഞതും അവൾ കിച്ചണിൽ പോയി ചായപ്പൊടി എടുത്ത് വാരി കഴിക്കാൻ തുടങ്ങി. ഇത് കാണുന്ന ജ്യോതി ആ പൊടിയുടെ പാക്കറ്റ് തട്ടിപ്പറിച്ചുവെങ്കിലും അവൾ നിലത്ത് നിന്ന് വാരി കഴിച്ചുകൊണ്ടേയിരുന്നു. കബീർ ഇത് തടയാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ട വനരാജ് ജാൻവി നിന്നെ തടയുന്ന അച്ഛനെ ഒന്ന് കൊടുത്തേക്ക്. അത് കേട്ടപ്പോൾ തന്നെ ജാൻവി കബീറിന് ഒരൊറ്റ അടി. കബീർ ഒരു നിമിഷം ഷോക്കായി നിൽക്കുന്നുണ്ട്. അവളും കണ്ണു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാവം ജാൻവി, അവൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. വനരാജ് ജാൻവിയോട് കാല് തിരുമാൻ പറയുന്നുണ്ട്. ജാൻവി അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ വനരാജ് ജ്യോതിയോടും കബീറിനോടും ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളെ നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ അയക്കണം. അത് വാക്കുകൊണ്ട് പറയുകയും വേണം. അത് കേട്ടപ്പോൾ ജ്യോതി കൈകൂപ്പി കണ്ണെല്ലാം നിറഞ്ഞ് പ്ലീസ് എൻ്റെ മകളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ മകളെ തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വനരാജ് സമ്മതിക്കില്ല. ദേഷ്യം വന്ന് എൻ്റെ കൂടെ അയച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ധ്രുവ് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് ജാൻവി അറിയാതെ കാല് നല്ല പ്രസ് ചെയ്ത് അമർത്തി. ഇതിൽ ദേഷ്യം വന്ന വനരാജ് അവളെ ചവിട്ടി താഴെയിട്ടു. ഇത് കണ്ടതും കബീർ വനരാജിനെ തല്ലുകയാണ്. വനരാജ് അയാളെ തല്ലരുതെന്ന് പറയുന്നുണ്ട്. കബീർ അത് കേൾക്കാതെ അടിക്കുന്നുണ്ട്. അതിൽ ദേഷ്യം വന്ന് വനരാജ് നിന്റെ അനിയന്റെ തല ഒന്ന് തകർത്തിട്ട് വാ എന്ന് പറയുന്നു. ഇത് കേട്ട ജാൻവി ധ്രുവിന്റെ തല സ്റ്റെയർകേഴ്സിന്റെ നല്ല കട്ടിയുള്ള സൈഡിലിട്ട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് രണ്ടുപേരും ഷോക്കായി നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അത് പോലീസായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും പുറത്തേക്ക് വരാത്തതിനാൽ പോലീസ് തന്നെ ഉള്ളിലേക്ക് ചെന്നു. പോലീസിനെ കണ്ടപ്പോൾ അവർ നല്ല ഹാപ്പിയായി ഇരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കബീർ പോലീസിനെ കണ്ടപ്പോൾ ഒന്നും അറിയാത്ത പോലെ, സാർ ഇവിടെ പാട്ട് ഉറക്കി വെച്ചത് കൊണ്ട് കോളിംഗ് ബെൽ അടിച്ചതൊന്നും കേട്ടില്ല. ഓക്കെ, ബട്ട് ഇവിടെ നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു, ഇവിടെ എന്തോ പ്രശ്നമാണ്, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോൾ ഒരു റെസ്പോണ്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഫോൺ വിളിച്ചത് ജ്യോതിയായിരുന്നു. അത് നമുക്കറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നിലോട്ട് പോകണം. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിരുന്നല്ലോ. ആ ടൈമിൽ നമ്മുടെ ജ്യോതിയുടെ ഫോണിൽ വെള്ളം കയറി. അതുകൊണ്ട് തന്നെ ആ ഫോൺ അരിയിട്ട് വെച്ച ഒരു ബോക്സിൽ കുത്തിവെച്ചിരുന്നു. പാവം ജ്യോതി ആ ഫോൺ എടുത്തിട്ടാണ് ആരും കാണാതെ വിളിച്ചിരുന്നത്. പോലീസ് ജ്യോതിയോട് ആ ഫോൺ എവിടെ, അത് എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജ്യോതി അത് എടുക്കാൻ വേണ്ടി കിച്ചണിൽ പോയി. അപ്പോഴാണ് നമ്മുടെ ജ്യോതി ആ കാഴ്ച കാണുന്നത്. ഗ്യാസ് തുറന്നുവിട്ട് സിലിണ്ടറിന്റെ മുകളിൽ ഒരു തീപ്പെട്ടി എടുത്ത് കയറിയിരിക്കുന്നു. വനരാജിന്റെ കയ്യിലെ പാവയാണല്ലോ എൻ്റെ മകൾ എന്ന് കരുതി സങ്കടപ്പെട്ട് ജ്യോതി
ഫോൺ എടുക്കാതെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോന്നു. പോലീസിനോട് ആ ഫോൺ കാണുന്നില്ല, അത് മോൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, ആ ഫോൺ സൈലന്റ് ആണെന്ന് വിചാരിക്കുന്നു, ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. പോലീസ് പോയ ഉടനെ തന്നെ രക്തം തലയിൽ നിന്ന് ഒലിച്ച് നമ്മുടെ ധ്രുവ് കോണിപ്പടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ധ്രുവിനെ താങ്ങി പിടിച്ച് കബീർ വനരാജിനോട് പറയും, നിങ്ങൾക്ക് എൻ്റെ വീടും എൻ്റെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം തരാം, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ വനരാജ് ഓക്കെ അതൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയും. കബീർ പാവം അതെല്ലാം എടുത്ത് വനരാജിന് കൊടുക്കും. അത് കിട്ടിയതും വനരാജ് ഓക്കെ ബായ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. വനരാജ് പോയിട്ടും ജാൻവി ബാധ കയറിയ പോലെ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തു നിന്ന് ഒരു വെളിച്ചം കാണുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കബീർ കൊടുത്ത ആ ബാഗുണ്ടല്ലോ, വനരാജ് അത് കത്തിച്ചു കൊണ്ടിരിക്കുന്നു. കബീറിനെയും ജ്യോതിയെയും കണ്ട വനരാജ് പറയും, നിങ്ങൾ എന്താ കരുതിയത്, എന്നെ വിലയ്ക്ക് വാങ്ങാമെന്നോ? ഈ മനുഷ്യർക്കുള്ളൊരു പ്രശ്നമേ ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പണം വേണമെന്ന് ആവശ്യപ്പെടും. പണം കിട്ടിയാലോ ഞാനാണ് ദൈവമെന്ന് പറയും. പണം, ലഹരി, കാമം അതെല്ലാം നിങ്ങൾ മനുഷ്യരുടെ വീക്ക്നെസ് ആണ്. അതെല്ലാം എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ കബീർ? ഞാനൊരു മനുഷ്യനല്ല, അതിലും മേലെയാണ്. ഈ കർത്തവാവ് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ എന്റെ നിയന്ത്രണത്തിലാവും. പിന്നെ ഞാനൊരു ദൈവമായി മാറും. ഇതൊക്കെ പറയുമ്പോൾ വനരാജിന്റെ മുഖത്തൊരു ഭാവം മാറിയിരുന്നു. ഇതൊക്കെ കേട്ടതോടെ ജ്യോതിയുടെയും കബീറിന്റെയും കണ്ണു നിറയാൻ തുടങ്ങി. അതിനുശേഷം വനരാജ് വീടിനുള്ളിൽ കയറി ജാൻവിയോട് സ്വയം മുഖത്തടിക്കുവാനും പിന്നീട് നിർത്താതെ ഡാൻസ് കളിക്കുവാനും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കബീറിനും ജ്യോതിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കബീർ ധ്രുവിന്റെ അടുത്ത് മുകളിൽ പോയി ഇരിക്കുന്നുണ്ട്. ജാൻവി ഡാൻസ് കളിച്ച് തളർന്നു വീഴാൻ പോയപ്പോൾ ജ്യോതി മകളെ താങ്ങി പിടിച്ച് കുറച്ച് വെള്ളം കൊടുക്കാൻ ചെന്നു. അത് കണ്ട വനരാജ് ജാൻവിയോട് അത് തട്ടിക്കളയാൻ ഓർഡർ ഇട്ടു. ജാൻവി അത് കേട്ടതും അതുപോലെ തന്നെ ചെയ്തു. പിന്നീട് ജ്യോതിയോട് മുകളിൽ പോവാൻ വനരാജ് പറഞ്ഞു. ജ്യോതി പോവാതെ നിന്നപ്പോൾ ജാൻവിയോട് അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് വരാനും ഞാൻ 10 വരെ എണ്ണിക്കഴിഞ്ഞാൽ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുത്തിയേക്കാനും ഉത്തരവിടുകയാണ്. അതോടെ ഒരു വഴിയുമില്ലാതെ ജ്യോതി മുകളിലേക്ക് പോവേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ ജ്യോതിയും കബീർ മുകളിൽ റൂമിൽ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കിച്ചണിൽ പോവാനാണെന്ന് പറഞ്ഞ് കബീർ താഴേക്ക് വരാൻ തുടങ്ങി. പക്ഷേ താഴേക്ക് വരാൻ ജാൻവി അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. താഴെ വന്നാൽ കത്തി കൊണ്ട് കുത്താനാണല്ലോ വനരാജ് പറഞ്ഞിരുന്നത്. നിന്ന നിൽപ്പിൽ ജാൻവി അവിടെ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇത് കണ്ട കബീർ മുകളിൽ പോയി ജ്യോതിയോട് വിവരം പറഞ്ഞു. അത് കേട്ടതും ജ്യോതി താഴേക്ക് ഓടി വരികയാണ്. അവളുടെ വസ്ത്രം മാറ്റാൻ വേണ്ടി ജാൻവിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ വനരാജ് അതിനെ അനുവദിക്കുന്നില്ല. അവിടെ വെച്ച് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയുകയാണ് വനരാജ്. ജ്യോതി എതിർത്തെങ്കിലും അയാൾ സമ്മതിച്ചില്ല. അവസാനം ജ്യോതി പോയി ഡ്രസ്സ് എടുത്ത് വന്ന് അയാളുടെ ഉത്തരവിന് ശേഷം ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ അമ്മയുടെയും മോളുടെയും വേദനയേറിയ ഒരു അവസ്ഥ. പെട്ടെന്ന് ജ്യോതിയുടെ ക്ഷമ കെട്ട് അവൾ ജാൻവിയുടെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി വനരാജിനെ ആക്രമിക്കാൻ ചാടി വീണു. ഇതേ സമയം മുകൾ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുവാൻ കബീർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന കബീർ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജ്യോതിയും വനരാജും തമ്മിലുള്ള തല്ലായിരുന്നു. പെട്ടെന്നാണ് ജാൻവി ജ്യോതിയെ കുത്താൻ വേണ്ടി അവിടെ കിടന്ന് കത്തിയെടുത്ത് പാഞ്ഞു വരുന്നത്. ആ സ്പോട്ടിൽ നമ്മുടെ കബീർ ഓടി വന്ന് ജാൻവിയെ പിടിച്ചു തള്ളി കോണിപ്പടിയിൽ കെട്ടിയിട്ടു. അതിനുശേഷം കബീർ വനരാജിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വനരാജ് ജാൻവിയോട് മരിക്കുന്നത് വരെ ചിരിക്കാൻ പറയുന്നത്. അത് കേട്ട് അവൾ അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. വനരാജ് പറയാതെ ഇനി ജാൻവിക്ക് ചിരി നിർത്താൻ കഴിയില്ല. ഇത് മനസ്സിലായ കബീർ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നു. ചിരിച്ചുകൊണ്ട് വനരാജ് എഴുന്നേറ്റിയിരുന്നു. കബീറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ 2 കൈയും ചെവിയിൽ അടച്ചു വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. വനരാജ്, മോന് നല്ല തലവേദനയാണ് എന്നല്ലേ പറഞ്ഞത്? അവന്റെ തലവേദന നമുക്ക് എന്നേക്കുമായി നിർത്തിയാലോ എന്ന് പറഞ്ഞ് ജാൻവിയുടെ കയ്യിലെ കെട്ട് അഴിച്ചുവിട്ടു. ജാൻവിയോട് ധ്രുവിനെ കൊല്ലാൻ പറയും. ജാൻവി അത് കേട്ടതും ധ്രുവിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ധ്രുവ് പാവം ജാൻവി കാണാതെ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ജാൻവി ഡോർ തല്ലി പൊളിച്ച് അവനെ കണ്ടുപിടിച്ചു. ധ്രുവ് അവിടെയുള്ള കോണി കയറി രക്ഷപ്പെടാൻ വേണ്ടി മുകളിൽ കയറി. കബീർ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കോണിയിൽ കയറിയതും അവൾ അവളുടെ കയ്യിലെ കത്തി വെച്ച് കബീറിന്റെ കയ്യിൽ കുത്തി. അങ്ങനെ കബീർ താഴെ വീണു. ജാൻവി ആ കോണി എടുത്തു മാറ്റി. അതിനുശേഷം ധ്രുവിനെ മുകളിൽ നിന്ന് താഴേക്കിട്ടു. പരിക്കുപറ്റിയ കബീർ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി താഴേക്ക് ഓടി വന്നു. മുകളിൽ നിന്ന് ജ്യോതിയും നോക്കുന്നുണ്ടായിരുന്നു. മരണത്തോട് മല്ലിടുന്ന ധ്രുവിന്റെ അടുത്ത് വന്ന് വനരാജ് ഇനിയെങ്കിലും ഞാൻ ജാൻവിയെ കൊണ്ടുപോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു വഴിയുമില്ലാതെ ജ്യോതിയും കബീറും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയും. അപ്പോഴാണ് വനരാജ് പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. ഞങ്ങളുടെ മകളായ ജാൻവിയെ ജീവിതകാലം മുഴുവൻ വനരാജിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അവർ അതുപോലെ തന്നെ പറയേണ്ടി വന്നു. അതിനുശേഷം വനരാജ് ജാൻവിയെയും കൂട്ടി പോവാൻ തുടങ്ങി. കബീർ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാറിൽ കയറ്റി ജ്യോതിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ധ്രുവ് പറയുന്നത്, ഡാഡി, ചേച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. മകനെ ജ്യോതിയുടെ കൂടെ കാറിൽ അയച്ചു.
പിന്നെ കാണിക്കുന്നത് വനരാജ് ജാൻവിയുടെ കൂടെ നടന്നു പോകുന്നതാണ്. ഒരു കാട്ടിലേക്കാണ് അങ്ങനെ അവളെ കൊണ്ടുപോകുന്നത്. കാടിന്റെ ഉള്ളിലെ അവന്റെ കോട്ടയിലേക്കാണ്. ഇപ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അയാളുടെ കോട്ടയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ അടിമപ്പണി നടത്തി ഇയാൾക്ക് സേവ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. വനരാജ് ഉറക്കെ പറയുന്നുണ്ട്, ഞാൻ കാത്തിരുന്ന ദിവസം ഇന്നാണ്. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ഇവിടെ ഹോമം ചെയ്യാൻ നിരന്ന് നിൽക്കണം. അങ്ങനെ ഹോമം തുടങ്ങി. ഈ ഹോമം അവസാനിക്കുന്ന നിമിഷത്തിൽ അവിടെ നിരന്നു നിൽക്കുന്ന പെൺകുട്ടികൾ ആ തീയിൽ ചാടി ബലി കൊടുക്കണം. അതോടെ വനരാജിന് ഈ ലോകം തന്നെ കൈപ്പിടിയിലാക്കാൻ കഴിയും. അങ്ങനെ അയാൾ അയാളുടെ കയ്യിലെ ചെറിയ ചെറിയ ബൊമ്മ ഓരോന്നായി തീയിലേക്ക് എറിയാൻ തുടങ്ങി. അവസാനം എറിയുന്ന ആ ചുവന്ന ബൊമ്മ തീയിലെറിയുമ്പോൾ തന്നെ ആ കുട്ടികൾ തീയിലേക്ക് ചാടി ബലി കൊടുക്കണം. മറുവശത്ത് വനരാജിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് കബീർ ആ ദുർമന്ത്രവാദം നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു ബൈക്ക് എടുത്ത് എത്തിച്ചേർന്നിരുന്നു. പെട്ടെന്ന് നമ്മുടെ കബീറിന് ഉള്ളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം വേറെയും പെണ്ണുങ്ങളെ നല്ല ട്രെയിനിങ് കൊടുത്ത് ആക്രമിക്കാൻ വേണ്ടി കാടിന്റെ ഓരോ ഭാഗങ്ങൾ നിർത്തിയിരുന്നു. അവരൊക്കെയും ഫൈറ്റ് ചെയ്ത് കബീർ അവസാനം കോട്ടയുടെ വാതിലിനടുത്ത് എത്തി. പെട്ടെന്നാണ് ആരോ പുറകിൽ നിന്ന് കബീറിനെ അടിച്ചു വീഴ്ത്തുന്നത്. ഇതൊക്കെ വനരാജ് കാണുന്നുണ്ടായിരുന്നു. അയാൾ കബീറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉത്തരവിടുന്നതോടെ കബീറിനെ വലിച്ചഴിച്ച് ആ ഹോമം ചെയ്യുന്നതിന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തും. എന്താ കബീർ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ എന്തെങ്കിലും ചെയ്യുന്നവരെ കൊല്ലാൻ പോലും റെഡിയായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ അയാൾ വീണ്ടും ദുർമന്ത്രവാദം തുടർന്നു. കബീർ എന്താ ചെയ്യാന്ന് നോക്കുമ്പോഴാണ് ഒരു കത്തി കാണുന്നത്. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്ന മട്ടിൽ ആ ചുവന്ന ബൊമ്മ എറിയാൻ പോകുന്ന നിമിഷത്തിൽ കബീർ വനരാജിനെ കടന്നാക്രമിച്ചു. അങ്ങനെ ആ ബൊമ്മ കബീറിന്റെ കൈപ്പിടിയിലായി. വനരാജ് കുനിഞ്ഞതും അവന്റെ നാവ് കബീർ അറുത്തെടുത്തു. അതോടെ വനരാജിന് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ആ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. അറുത്തെടുത്ത നാവ് ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ മുന്നേ തന്നെ വനരാജിനെ ആരെങ്കിലും ആക്രമിച്ചാൽ കൊന്നു തിന്നാൻ മുന്നേ തന്നെ ഉത്തരവ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ ഭ്രാന്ത് പിടിച്ച പോലെ കബീറിനെ വളയാൻ വന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം ഉയർന്നു പോകുന്നത്. അത് വനരാജിന്റെ ശബ്ദമായിരുന്നു. എല്ലാ പെൺകുട്ടികളെയും ഞാൻ സ്വതന്ത്രരാക്കുന്നു എന്നും ഇനി നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ തീരുമാനമെടുക്കുകയും ജീവിക്കുകയും ചെയ്യാം എന്നുള്ള വോയിസ് ആയിരുന്നു. അതോടെ പെൺകുട്ടികളൊക്കെ ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അവരുടെ മേലുള്ള ദുർമന്ത്രവാദത്തിന്റെ കെട്ടുകൾ വനരാജിന്റെ ശബ്ദത്തോടു കൂടി അഴിഞ്ഞു പോവുകയായിരുന്നു. ബട്ട് വനരാജിന്റെ നാവ് മുറിഞ്ഞല്ലോ, അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഈ വോയിസ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോവാം. കബീറിന്റെ വീട്ടിൽ വെച്ച് വനരാജ് കബീറിന്റെ മകളെ സ്വന്തമാക്കുന്നതിനെ പറ്റിയുള്ള സംസാരിച്ചിരുന്നു. അതെല്ലാം മോന്റെ റെക്കോർഡ് ഡിവൈസിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അത് ലാപ്ടോപ്പിൽ കയറ്റി എഡിറ്റ് ചെയ്ത് എല്ലാവരെയും സ്വതന്ത്രമാക്കി വിടുന്നു എന്നുള്ള വോയിസ് ആക്കി മാറ്റിയിരുന്നു. വനരാജിന്റെ ഈ വോയിസിലൂടെ എല്ലാ കുട്ടികളെയും ഇതിൽ നിന്ന് മോചിതമാക്കി. കബീറിന് സ്വന്തം മകളെ തിരിച്ചു കിട്ടി. കബീർ മകളെ കെട്ടിപ്പിടിച്ചു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ പരിക്കുകളൊക്കെ സുഖപ്പെട്ടു വരികയാണ്. അപ്പോഴാണ് പോലീസ് കബീറിനെ കാണാൻ എത്തിയത്. എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതമായി അവരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കുടുംബങ്ങൾ അവരുടെ മക്കളെ തിരിച്ചു കിട്ടുമോ എന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയും ഇമോഷണൽ ആയ സീനായിരുന്നു അത്. പക്ഷേ വനരാജിനെ മാത്രം കണ്ടെത്തിയിട്ടില്ലെന്നും അയാൾ മിസ്സിംഗ് ആണെന്നും സൂക്ഷിക്കണം എന്നൊക്കെ ആ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം സിനിമയുടെ ആദ്യത്തിൽ കാണിച്ച ആ സീനാണ് കാണിക്കുന്നത്. ഒരാൾ കാടിന്റെ ഉള്ളിൽ കിടക്കുന്ന ചത്തെലിയെ എടുത്ത് ഒരു ഇരുട്ടറയുടെ ഉള്ളിലേക്ക് പോകുന്നത്. അത് നമ്മുടെ കബീർ ആണ്. അവൻ കാണാൻ എത്തിയിരിക്കുന്നത് വനരാജിനെയാണ്. താടിയും മുടിയും എല്ലാം വളർത്തി ചങ്ങല കൊണ്ട് കെട്ടി ഒരു ഇരുട്ടറയിൽ അടച്ചിട്ടിരിക്കുന്നു. ചത്തെലിയെ എടുത്ത് വനരാജിനെ കഴിക്കാൻ വേണ്ടി അടുത്ത് വെച്ചു കൊടുത്തു. കുറച്ചു ദൂരെ ഒരു പഴവും വെച്ചു. വനരാജിനെ ആ പഴം എടുക്കാൻ കഴിയില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ കബീറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. നീ അന്ന് പറഞ്ഞില്ലേ ദൈവത്തിനെ പറ്റി? ഓരോ പേരൻസും മക്കൾക്ക് ദൈവങ്ങളാണ്. മക്കളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ രക്ഷിതാവും ഏതറ്റം വരെ പോവാൻ മടിക്കില്ല. നീയാണ് ദൈവം എന്നല്ലേ പറഞ്ഞത്? ഞാനാണിടാ നിന്റെ ശൈത്താൻ എന്ന് പറഞ്ഞ് വനരാജിനെ ആ നരകത്തിൽ വിട്ട് കബീർ പുറത്തേക്ക് പോകുന്നതോടെ ഈ സിനിമ അവസാനിക്കുന്നു.